الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭക്തരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രബുദ്ധമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നും നാം വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട് ഇന്ന് ലഹരിയിൽ മുങ്ങുന്ന വാർത്തകളാണ് ഓരോ ദിനവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കൗമാരപ്രായത്തിലും യുവത്വത്തിലുമുള്ള ആളുകളാണ് അതിലേറിയ പങ്ക് എന്നും നാം തിരിച്ചറിയുന്നു. പണ്ടുകാലങ്ങളിലൊക്കെ ലഹരി ഉപയോഗവുമായി രംഗത്തുണ്ടായിരുന്നത് പുരുഷന്മാരായ ആളുകളായിരുന്നു എങ്കിൽ ഇന്ന് തുല്യ പങ്കാളിത്തത്തോളമോ അതിലേറെ ഒരു പടി മുൻപന്തിയിലായോ സ്ത്രീകളും ആ രംഗത്ത് നമുക്ക് കാണാവുന്നതാണ്. അതിന്റെ കരിയറുകളായി പ്രവർത്തിക്കുന്നവരും അതുപോലെ അതിന്റെ വ്യാപാര രംഗത്ത് ഇടപെടുന്നവരിലുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാപനം, ഒരു വിദ്യാലയം തുറക്കുകയാണ് എങ്കിൽ നിരവധി ജയിലുകൾ അടക്കപ്പെടും എന്ന്. എന്നാൽ അത്തരത്തിലുള്ള വിദ്യ നുകരുന്ന വിദ്യാലയങ്ങളാണ് പ്രൈമറി തലം തൊട്ടുള്ള അവിടെ നിന്നങ്ങോട്ട് അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ
ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കപ്പെടുന്നത് എന്നതും നമ്മെ ഭയപ്പെടുത്തേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമായ കാര്യമാണ്. ഇത് വലിയ ഒരു സാമൂഹ്യ വിപത്താണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ആഘോഷമോ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളോ കടന്നു വരുമ്പോഴേക്കും അത് സന്തോഷം തന്നെയായിക്കൊള്ളണമെന്നില്ല, ദുഃഖമായാലും മതി. ചില ആളുകളോട് നീ എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അതുകൊണ്ടാണ് എന്നവർ മറുപടി പറയും. മറ്റു ചില ആളുകളോട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ മറുപടി പറയുക, ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, അല്പനേരമെങ്കിലും അതിൽ നിന്ന് ഒന്ന് മറച്ചുവെക്കുവാൻ വേണ്ടിയിട്ടാണ്, മറക്കാൻ വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്ന് ചിലർ പറയാറുണ്ട്. ന്യൂ ഇയർ, ബർത്ത്ഡേ, ഓണം, വിഷു, ഇതുപോലെയുള്ള ഈസ്റ്റർ പോലെയുള്ള ആഘോഷ ദിവസങ്ങളിൽ വ്യാപകമായിക്കൊണ്ട് ഇതിന്റെ ഉപയോഗം നടക്കുന്നുണ്ട് എന്നതും സമൂഹത്തിൽ നിന്ന് നാം തിരിച്ചറിയുന്ന കാര്യമാണ്. മത ആചാരങ്ങൾ പോലും മത ആഘോഷങ്ങൾ പോലും മദ്യ ആഘോഷങ്ങളായി മാറുന്ന അവസ്ഥയും നമുക്കിടയിൽ തന്നെയുണ്ട്. മതപരമായി ഏറ്റവും ഗുണകരമായ രൂപത്തിൽ ആരാധനാ മനോഭാവത്തോടുകൂടി കാണേണ്ടുന്ന, പവിത്രമായി കാണേണ്ടുന്ന പെരുന്നാളുകളോ വിവാഹാഘോഷങ്ങളോ ഇതുപോലെയുള്ള അവസരങ്ങളിൽ മദ്യത്തിന്റെയോ മയക്കുമരുന്നുകളുടെയോ വലയത്തിൽ അകപ്പെടുന്ന, അത് ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്പദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് NCBC എന്ന് പറയുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട നടത്തുകയുണ്ടായി. 25,000 കോടിയുടെ മയക്കുമരുന്നുകളാണ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് NCBC പിടിച്ചിട്ടുള്ളത്. ദിനം പ്രതി നമ്മുടെ നാടുകളിൽ ഇന്ന് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായ ആളുകളൊക്കെ അല്പമൊക്കെ സജീവതയും ആത്മാർത്ഥതയും പുലർത്തുന്നത് കൊണ്ട് നിരവധി കേസുകൾ ഇത്തരത്തിലുള്ളത് പിടിക്കപ്പെടുന്നുണ്ട് എന്നതും നിത്യേന നാം വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വിവിധ രൂപങ്ങളിലായി അത് ഒരുപക്ഷെ ഇന്ന് മുതിർന്നവരായ പ്രായം ചെന്ന ആളുകൾക്ക് ഇത് മയക്കുമരുന്നാണ് എന്ന് പോലും അറിയാത്ത വിധത്തിലുള്ള ഉപയോഗങ്ങളാണ് നമ്മുടെ കുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മിഠായികളാകാം, അതല്ലെങ്കിൽ സ്റ്റിക്കറുകളാകാം, ഇഞ്ചക്ഷനുകളാകാം, ഗുളികകളാകാം. ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ മാർക്കറ്റുകളിൽ ഈ പറഞ്ഞ ലഹരികൾ അതിന്റെ കേന്ദ്രങ്ങളിൽ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നുവരുന്ന ആളുകൾ ചൂലുകൾക്കുള്ളിൽ പോലും ഈ മയക്കുമരുന്നുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കടത്തുന്നുണ്ട് എന്ന് വാർത്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ശരീരത്തിലെ അവയവങ്ങൾക്കുള്ളിലായിപ്പോലും, അതുപോലെ അടിവസ്ത്രത്തിനുള്ളിലായിപ്പോലും ഈ മയക്കുമരുന്നുകൾ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവയിൽ ഇന്ന് അറിയപ്പെടുന്നവയിൽ ഏറ്റവും മാരകമായത് MDMA എന്ന് പറയുന്ന ആ ഏറ്റവും കൂടിയ മയക്കുമരുന്നാണ് എന്നത് നമ്മെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിറമില്ല, മണമില്ല, അതുപോലെ തന്നെയുള്ള ഒരു രുചിയില്ല,
ഇങ്ങനെയൊക്കെയുള്ള ആ വസ്തു കണ്ടാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതൊരു തവണ അവന്റെ മൂക്കിലൂടെ അവൻ ശ്വസിക്കുകയാണ് എങ്കിൽ അതിന് അവൻ അഡിക്റ്റായി പോകുന്ന അവസ്ഥയാണുള്ളത് എന്നും നാം അറിയുകയാണ്. ഏറ്റവും ചുരുങ്ങിയ ഒരു 5 പഞ്ചസാര തരിയുടെ അത്രയുള്ള MDMA ലഭിക്കണമെങ്കിൽ 2000 രൂപയിലധികം മാർക്കറ്റിൽ കിട്ടണം എന്നതാണ്. 5 പഞ്ചസാര തരിയുടെ അത്രയുള്ള MDMA ലഭിക്കണമെങ്കിൽ 2000 രൂപയിലധികം വേണം. അപ്പൊ ഇത്തരത്തിൽ വളരെ വലിയ വിലയുമുള്ള ഈ മയക്കുമരുന്നുകൾ സ്വന്തമാക്കാൻ വേണ്ടി ആദ്യമാദ്യം അവർ ഒരു പക്ഷേ വീടുകളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ അവർക്ക് ഭക്ഷണം കഴിക്കാനെന്നോ ടൂറ് പോകാനെന്നോ മറ്റാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടോ അവർ പണം നേടിയെന്ന് വരാം. അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ ആ സമയങ്ങൾ വരുമ്പോ അവർക്കത് ലഭിക്കുവാൻ വേണ്ടി പിന്നീടുള്ള വഴികൾ മോഷണമോ അതുപോലെയുള്ള മറ്റു മാർഗങ്ങളോ ആയിരിക്കും. അതല്ലെങ്കിൽ ആ പണം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാകാം അതിന്റെ കരിയറുകളായി പലരും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മായാവലയത്തിലാണ് നമ്മുടെ കൊച്ചു കേരളം വരെ അകപ്പെട്ടു പോയിരിക്കുന്നത് എന്ന ഭീതിതമായ ഒരു അവസ്ഥയാണ് നമുക്ക് മുമ്പിലുള്ളത്. പലരും ഈ മയക്കുമരുന്നുകൾക്കടിമപ്പെട്ട ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങളുടെ സംഘങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതൊരു പക്ഷേ ഗുണ്ടാ സംഘങ്ങളാകാം, മാഫിയകളാകാം, അതുപോലെ ഏതെങ്കിലും അത്തരത്തിലുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതൃത്വം നൽകുന്ന ആളുകൾ പോലുമാകാം. തങ്ങളുടെ കൂടെ ഒരുപക്ഷെ പ്രകടനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഞാൻ ഒറ്റയടിക്ക് ഒന്നായിട്ട് വെടിവെച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുവാൻ വേണ്ടി പറയുകയല്ല. ഇത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം അവർക്ക് ആ പ്രകടനമോ കാര്യമോ മറ്റ് രൂപത്തിലുള്ള സംഘടിത സ്വഭാവങ്ങളോ കഴിയുമ്പോൾ അവർക്ക് വേണ്ടത് അവർക്ക് ഭക്ഷണമല്ല, പെഗ്ഗാണ്, കുപ്പിയാണ് വേണ്ടത്. അത് കൊടുത്താൽ അതിനൊക്കെ ആളെ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ വിശാലമായി കൊണ്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയുന്നവയാണ്, പത്രങ്ങളിൽ വായിക്കുന്നവരാണ്, ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നവയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സമൂഹത്തിലുണ്ടെങ്കിൽ, വിശേഷിച്ച് മുസ്ലിം സമുദായത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിതരാകാൻ എന്താണ് വഴി എന്നതിനെപ്പറ്റിയാണ്. മുമ്പൊരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പിടിക്കപ്പെടുന്ന ഈ രംഗത്ത് പിടിക്കപ്പെടുന്ന കുറ്റവാളികളിൽ അധികം ആളുകളും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണ് എന്നതൊരു പരമാർത്ഥമാണ്. അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണമെന്താ, അതിൽ നിന്ന് അവരെ മോചിതരാക്കാനുള്ള കാരണമെന്താ എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമുക്കറിയാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുള്ള ആ സമൂഹം, അവരുടെ ജീവിതം 3 ഡബ്ല്യുകളിലായിരുന്നു. വൈൻ, വാർ, വുമൺ, ഇങ്ങനെ 3 ഡബ്ല്യുകളിൽ. അതിൽ ഒന്നാമത് പറഞ്ഞിരുന്നത് വൈനാണ്, ലഹരിയാണ്, മദ്യമാണ്. അവർക്ക് വേണ്ടിയിരുന്നത്, ചെറുപ്പക്കാരായ ആളുകൾക്ക് വേണ്ടിയിരുന്നത് ഈ 3 കാര്യങ്ങളാണ് എന്ന് പല കവികളും ജാഹിലിയ്യ കവികളും സൂചിപ്പിക്കുന്നുണ്ട്. ഫലൗലാ സലാസുൻ ഹുന്ന ഫീ ഈശത്തിൽ ഫതാ ഫജിദ്ദീക ലമ്മ ഹഫിൽ മതാഖ മഅവദി എന്നൊക്കെ പറഞ്ഞ് ഈ 3 ഡബ്ല്യുകൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം എന്ന് ചിന്തിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. പ്രായം ചെന്ന, തല നരച്ച, താടി നരച്ച വയോവൃദ്ധനായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അതിനു മുമ്പായി മക്കളോട് വസിയ്യത്ത് ചെയ്യുന്നത് മരിച്ചാൽ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണമെന്നാണ്. ഇദാ മിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമ്മതി തുറവ്വി ഇലാമിൻ ബഅദ മൗതി ഉറൂഖുഹാ ഫലാ തദ്ഫനന്നി ഫിൽ ഫുലാത്തി ഫഇന്നഹാ അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദുഖഹാ. അവർ ലഹരിയുണ്ടാക്കിയിരുന്നത്
മദ്യമുണ്ടാക്കിയിരുന്നത് ഈ മുന്തിരിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ മരിച്ചാലും ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്നത് മദ്യമാണ്. അതുകൊണ്ട് ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ മറവ് ചെയ്യണം. ഞാൻ മരിച്ച് മണ്ണോട് മണ്ണായി പോകുമ്പോ എന്റെ എല്ലുകൾക്ക് അതിൽ നിന്ന് എങ്ങാനും ഈമ്പിക്കുടിക്കാൻ അവസരം ലഭിച്ചാൽ അതൊരു ഭാഗ്യമാണല്ലോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു തലമുറയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിരുന്ന ആ തലമുറ എന്ന് നമുക്കറിയാം. പ്രവാചകൻ അവരെ മാറ്റിയെടുത്തത് എങ്ങനെയെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകൻ ഘട്ടം ഘട്ടമായിട്ടാണ് അവരെ മാറ്റിയെടുത്തത്. നിങ്ങൾക്ക് ഉപകാരത്തെക്കാൾ അധികം ഉപദ്രവമാണുള്ളത് എന്ന് ആദ്യമായി അവരെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. ഈമാൻ ശക്തമായി മനസ്സിലേക്ക് പ്രവേശിച്ചവർ അപ്പോൾ തന്നെ അതിൽ നിന്ന് മാറി നിന്നു. രണ്ടാമതായി അവരോട് പറഞ്ഞു, വലാ തഖറബുസ് സലാത്ത വഅൻതും സുകാറ, നിങ്ങൾ ഉന്മത്തരാകുന്ന വിധത്തിൽ, ലഹരി ബാധിതരായ വിധത്തിൽ നിങ്ങൾ ആരാധനകൾക്ക് വേണ്ടി നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല, നിർവഹിക്കാൻ പാടില്ല. അപ്പോഴേക്കും കുടിക്കുന്ന ആളുകൾക്ക് തന്നെ കുടിക്കാൻ സമയമില്ലാതായി. ളുഹർ കഴിഞ്ഞു ഒരാൾ കുടിച്ചാൽ അതിന്റെ ലഹരി അസറാകുമ്പോഴേക്ക് വിട്ടുമാറുകയില്ല. എന്നാ ഇനി വേണ്ട എന്ന് വെക്കും. അങ്ങനെയും കുറെ ആളുകൾ അതിൽ നിന്ന് മാറി നിന്നു. അവസാനം ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം, മദ്യം, ചൂതാട്ടം, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പൈശാചിക വൃത്തികളിൽപ്പെട്ടതാണ്. നിങ്ങൾ പിന്തിരിയുന്നില്ലയോ? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ പിന്തിരിയുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ ഞങ്ങൾ പിന്തിരിഞ്ഞു എന്ന് ഒറ്റയടിക്ക് മറുപടി പറയാൻ മാത്രം ഈമാനികമായി, വിശ്വാസപരമായി അവർ വളർന്നിരുന്നു എന്നാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഫഇന്നീ ലഖായിമുൻ അസ്ഖി അബാ ത്വൽഹ, കള്ളുഷാപ്പിലെ തൊഴിലാളിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു, അന്ന് കള്ള് വിരോധിച്ചിട്ടില്ല, മദ്യം വിരോധിച്ചിട്ടില്ല, കള്ളുഷാപ്പിലെ തൊഴിലാളിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനും അതുപോലെയുള്ള മറ്റ് പ്രമുഖരായ ആളുകൾക്കും കള്ള് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫഹൽ ബലഗകുമുൽ ഖബറു, നിങ്ങൾക്കൊരു വാർത്ത എത്തിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അതിലൂടെ കടന്നു വരുന്നത്. അവർ ചോദിച്ചു, വമാദാക, എന്താണ് ആ വാർത്ത? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ള് വിരോധിച്ച ഹുർരിമത്തിൽ ഖംറു, അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ള് വിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നാം എല്ലാം കേട്ട ആ ചരിത്രം അവരതാ അവിടെ വെച്ചുകൊണ്ട് നിർത്തുകയാണ്. അവർ കള്ള് കുടിച്ചിരുന്ന ആ പാത്രത്തിലുള്ളതും ഉപേക്ഷിക്കുകയാണ്. അവർ വായിലേക്ക് കൈയിട്ടുകൊണ്ട് അവരുടെ വയറ്റിലുള്ളത് പോലും ഛർദ്ദിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ആ കള്ളിന്റെ പീപ്പകൾ തച്ചുടക്കുകയാണ്. നേരിയ വിധത്തിൽ കള്ളിന്റെ അരുവികൾ ഒഴുകുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരൊട്ടകവുമായി കടന്നു വരുന്ന ഒരു സ്വഹാബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ ചോദിച്ചത്, പ്രവാചകരെ, ഈ ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പ്രവാചകൻ പറഞ്ഞു, ഒട്ടകത്തിനെ സാധാരണ നമ്മൾ വളർത്താറുള്ളത് പാല് കുടിക്കാനും മാംസം കഴിക്കാനും ഒക്കെയാണല്ലോ, അതിനാണല്ലോ നമ്മൾ വളർത്തുന്നത്. എന്നാൽ അതല്ല പ്രവാചകരെ, അന്ന് അങ്ങ് മദ്യം വിരോധിച്ചു എന്ന് പറയുന്ന ആ വചനമിറങ്ങിയപ്പോ, പല കള്ള് ഷാപ്പുകളിൽ നിന്നും മദ്യത്തിന്റെ അരുവികൾ ഒഴുകിയപ്പോ ആ നനവ് പറ്റി വളർന്നു വന്നിട്ടുള്ള പല ചെടികളും എന്റെ ഈ ഒട്ടകം ഭക്ഷിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ചതിൽ നിന്നാണല്ലോ പിന്നീട് പാലായിത്തീരുന്നത്. ആ പാല് കുടിക്കാൻ പറ്റുമോ എന്ന രൂപത്തിൽ അവിടെ വിശ്വാസം മാറിയിരുന്നു. അവർ അതിൽ നിന്ന് പൂർണ്ണമായും മാറി. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നു, വലാ റാജഊഹാ ബഅദ ഖബരി റജുലി, ഈ മനുഷ്യൻ, ഈ വൃത്താന്തം പ്രവാചകൻ കള്ള് വിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരിക്കലും ഞങ്ങൾ അതിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല എന്ന് ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാവുന്നതാണ്. ഖംറ് എന്ന് പറയുന്നതിന് മദ്യം എന്ന് മാത്രമല്ല, ഖംറ് എന്ന് പറയുന്നതിന് അതിന്റെ അർത്ഥമായി കൊണ്ട് പറയുന്നത് മാ ഖാമറൽ അഖ്ലു എന്നാണ്. ബുദ്ധിയെ മറച്ചു കളയുന്ന, അവന്റെ വിശേഷ ബുദ്ധിയെ ഇല്ലാതെയാക്കി കളയുന്ന സകല കാര്യങ്ങൾക്കും കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ ലഹരിയുണ്ടാക്കുന്നതും ഖംറാണ്. മദ്യം മാത്രമല്ല,
ലഹരി വസ്തുക്കൾ അത് ഏതൊക്കെയുണ്ടോ ആ ലഹരിയുണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ഖംറാണ്. വകുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. അങ്ങനെ ലഹരിയുണ്ടാക്കുന്ന, ബുദ്ധിയെ മറച്ചു കളയുന്ന എല്ലാം ഹറാമാണ് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. ഖംർ എന്ന് പറയുന്നത് നീചവൃത്തികളുടെ മാതാവാണ്. വ അക്ബറുൽ കബായിർ. അതുപോലെ തന്നെ മഹാതെറ്റുകൾ, വലിയ വൻ പാപങ്ങൾ ചെയ്യാൻ ഇടവരുത്തുന്ന കാര്യവുമാണ്. മൻ ശരിബഹ. ആരെങ്കിലും ആ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, മദ്യമോ മയക്കുമരുന്നുകളോ ഏതെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ, വഖഅല ഉമ്മിഹി വ അമ്മത്തിഹി വ ഖാലാത്തിഹി. അവന് തന്റെ മാതാവെന്നോ തന്റെ സഹോദരിയെന്നോ തന്റെ ഇടയുമ്മയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ആരെയും ദ്രോഹിക്കുവാനും പീഡിപ്പിക്കുവാനും മാനഭംഗപ്പെടുത്തുവാനും അവൻ തയ്യാറാകും. എത്ര ശരിയായ പ്രവാചകന്റെ തിരുവചനമാണിത് എന്ന് നാം ആലോചിച്ചു നോക്കുക. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിന്റെ ഓഫീസിലേക്ക് ഒരു മാതാവ് ഓടി കിതച്ചുകൊണ്ട് കയറി വരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. എന്താണ് നിങ്ങളെ രക്ഷിക്കുവാനുള്ളത്? എന്റെ മകനിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അവൻ ലഹരിക്കടിമയാണ്. അവൻ ആകെ ഭ്രാന്തിളകിയതുപോലെയാണ് വീട്ടിൽ. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനലിന്റെ ഓഫീസിലേക്ക് കയറി വരുന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ 3-4 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി, അവരോട് പറഞ്ഞു നോക്കി, അവരതിനൊന്നും വകുപ്പില്ല, സാരമില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സമൂഹത്തിൽ എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രമാത്രം ഉപ്പമാരുണ്ട്. ഇതിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുന്ന എത്രമാത്രം കുടുംബങ്ങളുണ്ട്. പേര് ദോഷമുണ്ടായിട്ടുള്ള എത്രയെത്ര തറവാടുകളുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് നമുക്കെങ്കിലും മോചിതരാകണ്ടേ? ഈ സമൂഹത്തെ മുഴുവനും ഉണർത്തുവാൻ വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മദ്രസകൾ തൊട്ടേ അതിന് എതിരിലുള്ള പ്രചാരണം തുടങ്ങണം എന്ന് സർക്കാരുകൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇവിടെ മദ്യഷാപ്പുകൾ വ്യാപിച്ചു വരികയാണ്. ലഹരിക്ക് അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. അതിന് ലൈസൻസ് കൊടുത്തുകൊണ്ട് അതിന്റെ വ്യാപനമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലുടനീളം ഇതിന്റെ ദുരന്തത്തെക്കുറിച്ച്, വ്യാപനത്തെക്കുറിച്ചും അതിന്റെ മഹാവിപത്തിനെ സംബന്ധിച്ചും ബോധവൽക്കരിക്കുന്നതോടൊപ്പം മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നമുക്കെങ്കിലും കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ച ഈ ആദർശ വിശുദ്ധിയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചു, ഇന്ന മിൻ അശ്റാത്തിസ്സാഅ. ഖിയാമത്തിന്റെ, ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അൻ യുർഫഅൽ ഇൽമു വയസ്ബുതുൽ ജഹ്ലു വയുശ്റബുൽ ഖംറു. അവിടെയും പ്രവാചകൻ എണ്ണിപ്പറഞ്ഞു, ഈ ലഹരി വ്യാപിക്കുക എന്നുള്ളത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ ഇന്നഹാ ലൈസത്ത് ബിദവാഇൻ വലാകിന്നഹാ ദാ. അത് രോഗമാണ്, ഒരിക്കലും ഔഷധമല്ല. ഔഷധത്തിന് വേണ്ടി പോലും, മരുന്നിന് പോലും ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുവാൻ പാടില്ല. ലഹരി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ രോഗത്തിന് ശമനം ലഭിക്കുമെങ്കിൽ ആ ലഹരി ഉപയോഗിക്കുന്നത് പോലും ഹറാമാണ് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് വിശ്വാസികൾ എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഒരിക്കൽ ഒരു രാജാവ് ഒരു മനുഷ്യനെ പിടികൂടിയിട്ട് പറഞ്ഞു. ഒരു ക്രൂരനായ രാജാവായിരുന്നു. അയാൾ ഒരു മനുഷ്യനെ പിടികൂടിക്കൊണ്ട് പറഞ്ഞു, ഇന്ന മലികം മിൻ മുലൂകി ബനി ഇസ്രായീൽ അഖദ റജുലൻ ഫഖയ്യറഹു. എന്നിട്ട് അയാളോട് പറഞ്ഞു, അയ്യശ്റബൽ ഖംറ. ഒന്നുകിൽ നീ മദ്യപിക്കണം, ഔ യഖ്തുല നഫ്സൻ, അല്ലെങ്കിൽ നീ ഒരാളെ കൊല്ലണം, ഔ യസ്നിയ, അല്ലെങ്കിൽ നീ വ്യഭിചരിക്കണം, ഔ യഅകുല ലഹമ ഖിൻസിയർ, അല്ലെങ്കിൽ നീ പന്നിയുടെ മാംസം തിന്നണം. 4 ഹറാമായ കാര്യങ്ങൾ ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയായ മനുഷ്യനെ നിർബന്ധിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യം നീ ചെയ്തിട്ടില്ല എങ്കിൽ യഖ്തുലൂഹു, അവനെ വധിച്ചു കളയുമെന്ന്. ഇതിലേതെങ്കിലും ഒരു കാര്യം നീ ചെയ്യണം. ഒന്നുകിൽ നീ മദ്യപിക്കണം, അല്ലെങ്കിൽ ഒരാളെ കൊല്ലണം, അല്ലെങ്കിൽ വ്യഭിചരിക്കണം, അതല്ലെങ്കിൽ പന്നി മാംസം കഴിക്കണം. അയാൾ ആലോചിച്ചു, രക്ഷപ്പെടണമല്ലോ, ഈ രാജാവ് ക്രൂരനാണ്, അതിൽ നിന്ന്
അയാൾക്ക് തോന്നിയ ഏറ്റവും ചെറുതെന്ന് തോന്നിയത് അല്പം മദ്യപിക്കുക എന്നതായിരുന്നു. അയാൾ ആ മദ്യപാനം അത് തെരഞ്ഞെടുത്തു. ഫഖ്താറൽ ഖംറ ഫഇന്നഹു ലമ്മാ ശരിബൽ ഖംറ ലം യംതനി മിൻ ശൈഇൻ അറാദൂഹു മിൻഹു. ആ മദ്യം കഴിച്ചപ്പോ, ആ ലഹരി ഉപയോഗിച്ചപ്പോ അയാളോട് പറഞ്ഞ മറ്റ് കാര്യങ്ങളൊന്നും അയാൾ നടപ്പിൽ വരുത്തുന്നതിൽ ഒരു തടസ്സവും ഉണ്ടായില്ല. കാരണം എന്താ? മദ്യം കഴിച്ചപ്പോ അത് ഖംറാണ്, അയാളുടെ വിശേഷ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്നതാണ്. പിന്നെ ഇവിടെയൊന്നുമല്ല, ഈ ലോകത്തൊന്നുമല്ല അയാളുടെ ചുറ്റുപാടിലും ഒന്നുമല്ല. നാം നേരത്തെ പറഞ്ഞ ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഒന്നുമില്ല. തെറ്റ് കുറ്റം എന്ന ഒരു വ്യത്യാസം അയാൾക്കില്ല. അതുകൊണ്ട് രാജാവ് പറഞ്ഞതിൽ അയാൾക്ക് ആദ്യം തോന്നിയ ഈ പറഞ്ഞ മദ്യപാനം എന്നത് ഏറ്റവും കൂടുതൽ ദൂഷ്യം കുറഞ്ഞതാണല്ലോ എന്ന് മനസ്സിലാക്കിയ അയാൾ അത് മദ്യപിച്ചപ്പോ പിന്നെ ബാക്കി കാര്യങ്ങൾ മുഴുവനും അയാൾ പ്രാവർത്തികമാക്കി, പറയാതെ തന്നെ. കാരണം അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നതാണ് ഈ പറഞ്ഞ ലഹരികൾ എന്നാണ് ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ലാ യസാലുൽ അബ്ദു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യശ്റബ് അൽ ഖംറ. ഒരാൾ ലഹരി ഉപയോഗിക്കാത്തിടത്തോളം അയാൾ ദീനിന്റെ ഫുസ്ഹത്തിലായിരിക്കും, ആ ഭൂമികയിലായിരിക്കും. മദ്യം അതുപോലെ ലഹരികൾ ഉപയോഗിക്കാത്തിടത്തോളം അയാൾ ദീനിന്റെ മതത്തിന്റെ ഭൂമികയിൽ അയാൾ ഉണ്ടാകും. ഫൈദാ ശരിബഹാ ഖറഖല്ലാഹു അൻഹു സത്രഹു. അയാൾ ലഹരി ഉപയോഗിച്ചാലോ ആ മറ അള്ളാഹു അങ്ങ് നീക്കിക്കളയും. അള്ളാഹുവിന്റെ ആ സംരക്ഷണം എന്ന ആ മറ അള്ളാഹു അങ്ങ് നീക്കിക്കളയും. വകാന ശൈത്വാനു വലിയുഹു. പിന്നീട് അവന്റെ കൂട്ട് പിശാചായിരിക്കും. വസംഅഹു വബസറഹു വരിജ്ലഹു യസൂഖുഹു ഇലാ കുല്ലി ശൈഇൻ യസ്രിഫു അൻ കുല്ലി ഖൈരിൻ. പിന്നീട് അവന്റെ കാഴ്ചയും കേൾവിയും അവൻ നടക്കുന്ന കാലുകളും എല്ലാം തിന്മയിലേക്കായിരിക്കും പിശാച് അവനെ കൊണ്ടുപോവുക. എല്ലാ നന്മകളിൽ നിന്നും അവൻ തടയപ്പെട്ടവരുമായിരിക്കും. നോക്കൂ നിങ്ങൾ, ലഹരി എന്ന ആ മേഖലയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്മയുടെ ചിന്തകൾ അവന്റെ ചിന്തയിൽ മുളച്ചു വരികയില്ല. തിന്മകളിലൂടെ തെറ്റുകളിലൂടെയുള്ള ഒരു യാത്രയായിരിക്കും അവനിൽ ഉണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യമുണ്ടായിരുന്നാലും എത്രമാത്രം ലാഭം കൊയ്യാൻ, ലക്ഷങ്ങളോ കോടികളോ സമ്പാദിക്കാൻ ലഹരിയിലൂടെ സാധിക്കുമെങ്കിലും ആ ഒരു വഴിയിലേക്ക് ഒരു വിശ്വാസി തിരിയാനേ പാടില്ല, ചിന്തിക്കാനേ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി അസറ. ഈ ലഹരിയുടെ വിഷയത്തിൽ പ്രവാചകൻ 10 കാര്യങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്ന് ആസിറഹ, അത് വാറ്റുവാൻ പാടില്ല. അതുപോലെ തന്നെ വാറ്റാൻ ആവശ്യപ്പെടാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, അത് വഹിക്കാൻ പാടില്ല, അത് മറ്റാർക്കെങ്കിലും എത്തിച്ചു കൊടുക്കുവാൻ പാടില്ല, മറ്റാർക്കെങ്കിലും കുടിപ്പിക്കുവാൻ പാടില്ല, അത് വിൽപ്പന നടത്തുവാൻ പാടില്ല, അതിന്റെ വിലയുപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് വല്ല വസ്തുക്കളും വാങ്ങുവാനും പാടില്ല. ഇങ്ങനെ ഇതിന്റെ ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഉപയോഗത്തിൽ വരുന്നത് സർവവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിപ്പിച്ചു. ഹറാമാണ്, നിഷിദ്ധമാണ്, അടുത്തു പോകാൻ പാടില്ല എന്നതാണ്. ഏറെ ഗൗരവം നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു മഹാവിപത്താണ് ഈ ലഹരി എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖം, എല്ലാ ലഹരിയുണ്ടാക്കുന്ന വസ്തുക്കളും ഖംറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, അങ്ങനെയുള്ളതെല്ലാം ഹറാമാണ്. വമൻ ശരിബൽ ഖംറ ഫിദ് ദുനിയാ, ദുനിയാവിൽ ആരെങ്കിലും ഈ ലഹരി ഉപയോഗിച്ചാൽ ഫമാത്ത, അങ്ങനെ അവൻ ആ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവൻ മരണപ്പെട്ടു. വഹുവ യുദ്മിനുഹാ, അവൻ അതിന്റെ അഡിക്റ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ലം യമുത്, ലം യതുബ്, അയാൾ തൗബ ചെയ്തിട്ടില്ല. അയാൾ ലഹരി ഉപയോഗിച്ചു, ആ ലഹരിയിലൂടെയാണ് അയാൾ ജീവിച്ചത്. തൗബ ചെയ്യാതെ അയാൾ മരണപ്പെടുകയും ചെയ്താൽ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ, ആഖിറത്തിൽ വെച്ചുകൊണ്ട് കുടിക്കാനുള്ള അള്ളാഹുവിന്റെ അനുഭൂതികൾ ആസ്വദിക്കുവാനുള്ള അവസരം അവന് ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറയുകയാണ്.
അപ്പോ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന, അത് ഉപയോഗിക്കുന്ന, അതിനഡിക്റ്റാകുന്ന, അതിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന, ആ വഴികളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സ്വർഗം തടയപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സുകളിൽ ഏറെ താലോലിക്കുന്ന ആഗ്രഹം സ്വർഗം കിട്ടണം എന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയാലും അത് തൗബ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കണം എന്നതാണ്. എന്നാൽ അതിൽ നിന്ന് തടയപ്പെടുന്ന മഹാവിപത്താണ് ലഹരി എന്ന് നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അത് എത്രമാത്രം നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് സാധിക്കുമോ ആ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ ഏർപ്പെടുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബം, അതുപോലെ തന്നെ നമ്മുടെ തറവാട്, നമ്മുടെ കുട്ടികൾ, ഇതെല്ലാം തന്നെ നമുക്ക് വിലപ്പെട്ടതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കണ്ണി ആ കുടുംബത്തിൽ പെട്ടുപോയാൽ പിന്നീട് ആ കുടുംബം നശിച്ചു, പേരുദോഷമുണ്ടായി, നാണക്കേടായി. അതിൽ നിന്ന് മോചിതരാകാനുള്ള ഒരുപാട് വഴികളുണ്ട്. അത് മനസ്സിലാക്കുവാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതിനുള്ള ഒരുപാട് ക്ലാസുകളും ക്യാമ്പുകളുമൊക്കെ പല സംഘടനകളും സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം നമ്മളും പങ്കെടുക്കുക, നമ്മുടെ കുട്ടികളെയും പങ്കെടുപ്പിക്കുക. എന്നിട്ട് ലഹരിയിൽ നിന്ന് മോചിതരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായി ജീവിക്കുവാൻ നാം ശ്രമിക്കുക. ഈമാനിന്റെ ഭാഗത്ത് ശക്തമായ ഒരു ഭാഗമാണിത് എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലഹരിയിൽ നിന്ന് മോചിതരായി സുരക്ഷിതരായി ജീവിക്കുന്ന ഒരു അവസ്ഥ അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅ്മതിഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു വിധി നമ്മളെല്ലാവരും കേൾക്കുകയും ഇന്ന് പത്രങ്ങളിൽ നിന്ന് വായിക്കുകയും ചെയ്തു. ജനാധിപത്യത്തെയും മതേതരത്തിന്റെയും സത്ത ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലുള്ള നിരീക്ഷണങ്ങളും ഒരു വിധിയുമാണ് സുപ്രീം കോടതിയിൽ നിന്ന് തൽക്കാലം ഉണ്ടായിട്ടുള്ളത്. മെയ് 5 വീണ്ടും വാദം കേൾക്കുകയും അവിടെ പൂർണ്ണമായി വിധി പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുമെങ്കിലും ഇന്ന് നമുക്ക് ഏറെ ആശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നിരീക്ഷണവും വിധിയുമൊക്കെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏറെ ആശങ്കാകുലരായി നാം പറഞ്ഞിരുന്ന പല കാര്യങ്ങളും തന്നെ അതെല്ലാം തന്നെ ഒന്ന് ഫ്രീസറിൽ വെക്കുന്ന, അത് നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുള്ളത്. നാം ഈ സമയത്ത് ആലോചിക്കേണ്ടത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാനെ സഹായിച്ചാൽ അള്ള നിങ്ങളെയും സഹായിക്കും, നിങ്ങളെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. വിശ്വാസി സമൂഹം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെതിരെ രംഗത്തിറങ്ങുകയും അവരുടെ വിശ്വാസത്തിന് വിഘാതമാകുന്ന ഈ കരിനിയമത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവരോരോരുത്തരെയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു വേള അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചതാകാം. അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും വീണ്ടും അതിന്റെ പൂർണ്ണമായ വിധിയുണ്ടാകുന്ന സമയത്ത് കരിനിയമങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഈ സമുദായത്തിന്റെ യശസ് നിലനിർത്തുന്ന വിധത്തിൽ വിധിയുണ്ടാകുവാൻ വേണ്ടി പടച്ചവനാണ് ഏറ്റവും ഉന്നതൻ, അവനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്, കൊയിലാണ്ടിയിലെ എഡ്യൂക്കേഷൻ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന പാത്ത് ഫൈൻഡർ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. SSLC പരീക്ഷ കഴിഞ്ഞ് നമ്മളൊക്കെ ആ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന, +2 പരീക്ഷയും കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയമാണ്. ഭാവിയിൽ ഏത് കോഴ്സ് തെരഞ്ഞെടുക്കണം, ഏത് രൂപത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെപ്പറ്റി പല ആളുകളും ആശങ്കാകുലരായിരിക്കും. ഏതാണ് +2 എടുക്കുന്ന സമയത്ത് അത് കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, സയൻസ് ഗ്രൂപ്പാണോ, ഏതാണ് എടുക്കേണ്ടത്, എങ്ങനെ ഏത് ഗ്രൂപ്പ് എടുത്താലാണ്, ഏത് വഴികളിലൂടെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക
എന്നൊക്കെ അറിയാത്തവരും, അതുപോലെ തന്നെ പ്ലസ് ടുവിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് അതിന് കോമ്പിനേഷൻ എങ്ങനെയൊക്കെ വേണം എന്ന നിലക്ക് അത് നൽകാൻ കഴിയാത്തവരുമൊക്കെയായ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ഏപ്രിൽ 22 ചൊവ്വാഴ്ച 9:30 മുതൽ സൂരജ് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ എം വിജയകുമാർ സാറാണ്. ആ ക്ലാസ്സിലേക്ക് രക്ഷിതാക്കളും കുട്ടികളുമായ ആളുകൾ എല്ലാവരും എത്തിപ്പെടുക. നമ്മൾ പല ആളുകളും പലപ്പോഴും എന്റെ കുട്ടി SSLC കഴിഞ്ഞാൽ അവൻ ഒരു പക്ഷേ D+ കൂടി പാസ്സായവനാണെങ്കിലും തരക്കേടില്ല, ഓന് സയൻസ് ഗ്രൂപ്പ് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പക്ഷേ മാനേജ്മെന്റ് സീറ്റിൽ അതിന് കാശ് കൊടുക്കേണ്ടി വന്നാലും വാങ്ങിക്കുന്ന ആളുകളൊക്കെയുണ്ട്. വളരെ വലിയ അബദ്ധമാണത്. അങ്ങനെ വാങ്ങുന്നതും വാങ്ങിക്കുന്നതും ആ കുട്ടിയെ അങ്ങോട്ട് ചേർക്കുന്നതുമൊക്കെ. കാരണം ആ കുട്ടിക്ക് സയൻസോ ഒരു പക്ഷേ മാത്തമാറ്റിക്സോ അതുപോലെയുള്ള വിഷയങ്ങളോ കഴിയാത്ത ഒരു കുട്ടിയാണ് എങ്കിൽ തച്ചുന്തിക്കൊണ്ട് ആ ഗ്രൂപ്പിലേക്ക് അവനെ ചേർത്തിട്ട് ഒരു കാര്യവുമില്ല. ഒരു പക്ഷെ അവന് വാസനയുള്ള മറ്റു കാര്യങ്ങളുണ്ടാകും, വായനയോ അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെയുള്ള രൂപങ്ങളിലേക്ക് വളരാൻ പറ്റുന്നതോ കമ്പ്യൂട്ടർ സയൻസുകളോ. അപ്പൊ നമ്മുടെ രക്ഷിതാക്കളായ ആളുകൾ ആ വാസനകൾ മുൻകൂട്ടി അറിയണം. ഇപ്പൊ ചില കുട്ടികളൊക്കെ പല സാധനങ്ങളും വീണ് പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നന്നാക്കുന്നത്, സ്ക്രൂ ആക്കി എടുക്കുന്നത്, ബാക്കിയൊക്കെ നമ്മൾ കാണും. അപ്പൊ കുട്ടിക്കുള്ള ഓരോരോ വാസനകൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ കുട്ടികളെയും രക്ഷിതാക്കളും വന്നാൽ എങ്ങനെ ഭാവിയെ കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടിയുള്ള കോഴ്സുകൾ തെരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാകും. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കഠിനമായി വിരോധിച്ചിട്ടുള്ള മദ്യം അതുപോലെ മറ്റ് ലഹരികൾ, ഇതിൽ നിന്നെല്ലാം മോചിതരായിക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയുമെല്ലാം അവൻ അതിൽ നിന്ന് സുരക്ഷിതരാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി അവൻ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. നിന്റെ കാരുണ്യത്തിന് അർഹരായി തീരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ചൂട് വളരെയധികം കൂടിക്കൊണ്ടുവരികയാണ് അല്ലാഹുവേ. നീ ഞങ്ങളെ കഠിനമായ ചൂട് കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, മഴ വർഷിപ്പിച്ചുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെടുവാനും നിന്റെ അനുഗ്രഹീതമായ സ്വർഗം നേടുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.